Welcome to episode 3 of Two Path One Goal, Breaking Myths of ആയുർവേദ ആൻഡ് അലോപ്പതി. നമ്മുടെ സൊസൈറ്റിയിൽ ആയുർവേദ മെഡിക്കേഷൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അലോപ്പതി മെഡിസിൻസിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒന്ന് നോക്കാം. നമ്മൾ ഈ ബർത്ത് കൺട്രോൾ പിൽസ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഇൻഫെർട്ടിലിറ്റിക്കുള്ള ചാൻസ് ഇൻ ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ആൾക്കാർക്കിടയിൽ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ ബർത്ത് കൺട്രോൾ പില്ല് എടുക്കുന്നത് ബേസിക്കലി പ്രഗ്നൻ്റ് ആവാതിരിക്കാനാണ്. അതിനാണല്ലോ അത് ബർത്ത് കൺട്രോൾ പില്ലെന്ന് പറയുന്നത്. അതല്ലാതെ ബർത്ത് കൺട്രോൾ പില്ല് അല്ലെങ്കിൽ OCPs, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കുന്നത് നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആക്കാനാണ്. പീരിയഡ്സ് റെഗുലർ ആക്കാൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറമേ നിന്ന് നമ്മൾ ആ സൈക്കിളിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബോഡിയിലെ നമ്മുടെ നാച്ചുറൽ ഹോർമോൺസിനെ സപ്രസ് ചെയ്തിട്ട് പുറമേ നിന്ന് മെഡിസിൻ വഴി ആ സെയിം ഹോർമോൺസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പുറമേ നിന്നൊരു കൺട്രോൾ വരും നിങ്ങളുടെ സൈക്കിളിൻ്റെ പുറത്ത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, അപ്പോൾ ആ ഒരു സൈക്കിളിൽ നമുക്ക് ഓവുലേഷൻ സംഭവിക്കുന്നില്ല, അതായത് എന്താ പറയുക, അണ്ടോൽപാദനം സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനാൽ ആക്ച്വലി വി വിൽ നോട്ട് ഗെറ്റ് പ്രഗ്നൻറ്റ് നമ്മൾ OCP എടുക്കുന്ന സമയത്ത്. പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മൾ OCP കുറേ നാൾ അങ്ങനെ എടുത്താൽ ഫ്യൂച്ചറിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ എന്നാണ് OCP എടുത്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്ത് ഒരു 3 months കഴിഞ്ഞിട്ട് ഈ OCP കാരണമുള്ള ഈ കോൺസിക്വൻസസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ എന്താ പറയുക അംശവും അതെല്ലാം അത് പോയിട്ടുണ്ടാവും. സോ 3 months കഴിഞ്ഞിട്ട് നമുക്ക് 3 സൈക്കിൾ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഫെർട്ടിലിറ്റിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ പക്ഷേ ഈ പറഞ്ഞ OCP നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത മാസത്തിലോ വല്ലതും ആണ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇല്ല, സേഫാണ്. സേഫാണ്. അത് കാരണം ഫ്യൂച്ചറിൽ നമുക്ക് ഫെർട്ടിലിറ്റിക്ക് ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് അങ്ങനെ ഇല്ല. അതൊരു മിസ്കോൺസെപ്റ്റാണ്. ഞാൻ ഇനി അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അടുത്തത് എൻ്റെ ഒരു സംശയം ആയുർവേദത്തിലുള്ളതെന്ന് വെച്ചാൽ, ഈ ഞാൻ കേട്ടിട്ടുള്ളൊരു ടെർമിനോളജി, എനിക്കത് എന്താണെന്ന് അറിയില്ല, ഈ പഞ്ചകർമ്മ എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി? ലൈക്ക് അറ്റ് സച്ച് ആ ടേം വാട്ട് ഡസ് ഇറ്റ് മീൻ? ശരിക്കും പഞ്ചകർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലുള്ള ശോധന തെറാപ്പീസാണ്. 5 തരം ശോധന തെറാപ്പീസ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് ഈ ആളുകൾ കൂടുതലും വിചാരിച്ചിരിക്കുന്നത് ഈ തടവുക, തിരുമുക, മസാജ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളതാണ് പഞ്ചകർമ്മ എന്നുള്ളതാണ്. അത് ശരിക്കും പഞ്ചകർമ്മയല്ല. അത് നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റീവ് മെഷേഴ്സിന് മുന്നേ ചെയ്യുന്ന പ്രീ ഓപ്പറേറ്റീവ് കെയർ ഇല്ലേ, പ്രീ ഓപ്പറേറ്റീവ് തെറാപ്പീസില്ലേ, അങ്ങനെയുള്ളതാണ് ഈ ഒരു അഭ്യംഗം അല്ലെങ്കിൽ മസാജ് എന്ന് പറയുന്നത്, ധാര അതൊക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയെ പഞ്ചകർമ്മ തെറാപ്പിക്ക് പ്രിപ്പയർ ആക്കുന്ന പ്രീ ഓപ്പറേറ്റീവ് തെറാപ്പീസാണ് ഈ ഒരു ആളുകൾ വിചാരിക്കുന്ന ശരിക്കുള്ള കാര്യങ്ങൾ. ആളുകളിങ്ങനെ പൊതുവെ എണ്ണയിടാൻ പോവാന്നൊക്കെ പറയുന്നത്. പക്ഷെ അതല്ല പഞ്ചകർമ്മ. 5 തരം തെറാപ്പീസാണ്. ഒന്നെന്ന് പറയുന്നത് വമനം, അതായത് മരുന്ന് കഴിപ്പിച്ചിട്ട് നമ്മൾ ഛർദ്ദിപ്പിച്ച് കളയുന്നത്. പിന്നെ വിരേചനം, മരുന്ന് കഴിപ്പിച്ചിട്ട് വയറിളക്കുക. പിന്നെ നസ്യം, മൂക്കിൽ മെഡിക്കേറ്റഡ് മരുന്നുകൾ ഇറ്റിക്കുക, അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ രക്തമോഷണം, ബ്ലഡ് ടെറ്റിംഗ് തെറാപ്പി. പിന്നെ ബസ്തി, അതായത് എനിമ, മെഡിക്കേറ്റഡ് എനിമ കൊടുക്കുന്നത്. ഈ 5 എണ്ണമാണ് നമ്മുടെ പഞ്ചകർമ്മയിൽ വരുന്നത്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്ലെൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത്, ബോഡി ക്ലെൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ചില ആളുകൾ പെട്ടെന്ന് ചില അസുഖങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, അയ്യോ ഈ മനുഷ്യൻ ഇത്രയും ഡയറ്റ് നോക്കി, ഇത്ര നന്നായിട്ട് ജീവിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വന്നു, എന്തുകൊണ്ട് ഇതിങ്ങനെ പെട്ടെന്നായി? അത് നമുക്ക് ലോ ഗ്രേഡ് നമ്മളുടെ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടല്ലോ. അപ്പൊ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടാത്ത ഈ ലോ ഗ്രേഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഉണ്ട്. നമ്മൾ പുറമേ കാണുന്ന നീര് അങ്ങനെയൊന്നും അല്ല, അതൊരു സെല്ലാർ ലെവലിലെല്ലാം പുറമെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് ഓരോ ഋതുവിലും ഓരോരോ ട്രീറ്റ്മെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ഋതുവിലും ഓരോ സീസൺ അനുസരിച്ചിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യണം എന്നാണ്. അപ്പൊ ക്ലെൻസിങ് വ്യത്യാസമായിരിക്കും. ഒരു സീസണിൽ ചെയ്യേണ്ടത് വമനമാണെങ്കിൽ അടുത്ത സീസണിൽ വിരേചനമായിരിക്കും. അപ്പൊ ആ സീസണിൽ നമ്മളുടെ
അറ്റ്മോസ്ഫിയറിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഈ വരും. സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താ? കേരളത്തിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ചൂടുണ്ട്, പിന്നെ മഴയുണ്ട്. മഴയുണ്ട്. നമുക്ക് 6 ഋതുക്കൾ പറയുന്നുണ്ട്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഓരോ മാസവും ഓരോ ഋതുവിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഓരോ മാസത്തിലും കാലാവസ്ഥയ്ക്കുള്ള മാറ്റം അനുസരിച്ച് നമ്മുടെ ബോഡിയിലും ആ മാറ്റം ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ അനുസരിച്ചിട്ടുള്ള ഡെയിലി റുട്ടീൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻസിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ഈ മാസം ഒരു ആയുർവേദ ഡോക്ടർക്ക് ചെന്ന് നിങ്ങളൊരു മരുന്ന് പനിക്ക് വാങ്ങിയാൽ അടുത്ത മാസം വരുന്ന പനിക്ക് അവർ തരുന്ന മരുന്ന് വേറെ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു വിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ മരുന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു ദിവസം ചൂട് കൂടുതലുള്ള ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ എല്ലാ മനുഷ്യരുടെ ശരീരത്തും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യുക, ആ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പഞ്ചകർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.